JP's ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു പാചക പരിപാടി തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം, എല്ലാവരും എന്താ പറയുക, അരിപ്പലഹാരങ്ങളിൽ നിന്നുമൊക്കെ ഗോതമ്പിലേക്കൊക്കെ ഒരു മാറുന്നൊരു കാലമാണ്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അരിപ്പലഹാരം കുറച്ചുകൊണ്ട് ഗോതമ്പ് കൂടുതൽ കഴിച്ചുകൊണ്ട് അതിൽ വല്ല കാര്യമുണ്ടോന്ന് അറിയില്ല. എന്നാലും പലരും ഗോതമ്പിലേക്ക് പോകുന്നുണ്ട്. ഓരോരുത്തരുടെ ഒരു വിശ്വാസം, നമ്മളതിനെ എതിർക്കണ്ട. അപ്പൊ നമ്മള് പണ്ട് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ അരി അരച്ചുണ്ടാക്കുന്ന ചെറിയ ചില പലഹാരങ്ങളുണ്ടല്ലോ. ഈ പാലപ്പമൊക്കെ നമ്മൾ പച്ചരി അരച്ച് കപ്പി കുറുക്കി അല്ലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ പാലപ്പമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളൊരു വ്യത്യാസമായിട്ട് നമുക്ക് ഗോതമ്പിൽ അതൊക്കെ എങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഗോതമ്പില് ഒരു പാലപ്പം ഉണ്ടാക്കിയാലൊന്ന് നമ്മളിന്ന് വിചാരിക്കുകയാണ്. സംഭവം റെസിപ്പീസ് ഒക്കെ ആ ഒരു പഴയ അരിയുടെ തന്നെയാണ്. എന്നാലും ഗോതമ്പിൽ നമുക്ക് ഇതെല്ലാം ചേർത്തൊരു അടിപൊളി പാലപ്പം ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ട സാധനങ്ങള് നമ്മള് ഈ ഒരു കപ്പാണ് ഞാൻ അളവിനെടുത്തിരിക്കുന്നത്. ഇതിലൊരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാ ചെരുവിയതെടുത്തിട്ടുണ്ട്. പിന്നെ 1.5 സ്പൂൺ പ്രത്യേകം ഗോതമ്പ് പൊടി ഞാനൊരു കപ്പിലെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ കപ്പി കാച്ചാനാണ്. നമ്മളിങ്ങനെ പാലപ്പത്തിന് കപ്പി കുറുക്കുമല്ലോ അത്. പിന്നെ ഒരു 1/2 സ്പൂൺ ഈസ്റ്റ് നമ്മൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇതിന് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് മിക്സിയിൽ ഒന്നൊന്ന് കറക്കുന്നുണ്ട്. നമ്മൾ ഈ തേങ്ങയും കുട്ടിയൊക്കെ ഒന്ന് അടിക്കണമല്ലോ, ചെയ്താൽ മതി. പക്ഷെ ഇതിപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇതുപോലെ ഇങ്ങനത്തെ ഈസ്റ്റാണ്. അത് നമ്മൾ കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് കലക്കി പൊന്താൻ വെക്കണം. എന്നിട്ട് വേണം ഇതെല്ലാം കൂടെ അടിക്കാൻ. പിന്നെ കുറച്ച് പഞ്ചസാരയുണ്ട്. ഒരു 1.5 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വേണം അരയ്ക്കാൻ. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും വെള്ളമൊക്കെ ആവശ്യത്തിന്. നമുക്കിനിയിപ്പം ഇതെന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഈസ്റ്റ് കുറച്ചൊരു ചെറിയ ചൂട് മതിയേ. അത് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് നമ്മൾക്കൊന്ന് നന്നായിട്ട് ഇളക്കി വെക്കാം. പൊങ്ങി നമ്മൾ കപ്പി കുറുക്കാൻ വേണ്ടി ഒരു ചെറിയ ബൗളിൽ മാറ്റി വെച്ച ഗോതമ്പൊടി ഉണ്ടല്ലോ, അത് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കിയിട്ട് നമ്മൾ കപ്പി കുറുക്കുവാണേ. ഒരു ചെറിയ തീയിലിട്ടേ കപ്പി കുറുക്കാവുള്ളൂ. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പതുക്കെ ഇതായാൽ മതി. കാര്യം വേഗണം നമുക്കിത്. ഇത് വെന്തിട്ട് വേണം നമുക്ക് അതിലോട്ട്. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി അങ്ങ് പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് കപ്പി കുറുക്കി എടുക്കാം. നമ്മുടെ കപ്പി റെഡി ആയിട്ടുണ്ട്. അതായത് കുറുകണം. വെന്ത് കുറുകി ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇത് കണ്ടോ, ഈ ഒരു പരുവം കണ്ടോ, ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിനെ കുറച്ചൊന്ന് ആറാൻ വെക്കുക. കാര്യം ഒത്തിരി ആറിയൊന്നും പോവണ്ട. ചെറു ചൂടോടുകൂടി തന്നെ നമുക്കത് മറ്റേ പൊടിയുടെ കൂടെയും ആവശ്യത്തിനുള്ള വെള്ളവും ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് നമുക്കിനി ഇത് സാധാരണ പാലപ്പത്തിന് ചെയ്യുന്ന പോലെ തന്നെ 8 മണിക്കൂർ വെക്കണം. എന്നാലേ അത് ശരിയാവുള്ളൂ. നമ്മൾ സാധാരണ പാലപ്പം ചെയ്യുന്ന പോലെ തന്നെ ഇതെല്ലാം അരിച്ച് നമ്മളത് മാവ് റെഡിയാക്കി വെക്കണം. പിന്നെ ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മൾ കപ്പി കുറുകിയത് ആറാൻ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഈ ഗോതമ്പൊടിയൊക്കെ ഇതിലിട്ടിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഗോതമ്പൊടി ഇട്ടു. ഇനി നമുക്ക് ഈ ചെരുവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കുറുകിയത് മറ്റേ കപ്പിതാ ഒരു ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചരയ്ക്കണം. ഈ ഉപ്പ് ഇടണ്ട. ഉപ്പ് നമ്മൾ 7 മണിക്കൂർ ഇത് പൊങ്ങി വരുന്നൊരു ടൈം ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ്. ആ സമയത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് അത് ഉണ്ടാക്കാം. നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണേ. എന്നിട്ട്
നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഇതാ നമ്മൾ എല്ലാം മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഉപ്പൊഴിച്ച് ബാക്കി എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് കണ്ടോ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ്. പിന്നെ നമുക്കിത് 7-8 മണിക്കൂർ വേണം ഇതൊന്ന് പൊങ്ങി വരാനായിട്ട്, നമ്മുടെ സാധാരണ പാലപ്പത്തിന് ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം നമ്മളിത് ഇങ്ങനെ അങ്ങ് വെക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് എന്താ പറയുക, ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ നമ്മുടെ പാലപ്പത്തിൻ്റെ, ഗോതമ്പ് പാലപ്പത്തിൻ്റെ മാവ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ബാക്കി എല്ലാവരും ചേർത്തുള്ളായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാരയെല്ലാം ചേർക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് മധുരം വേണ്ടവർ അത് ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ പാലപ്പത്തിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പാലപ്പം ചുടാം. തീ കുറച്ചിട്ടിട്ട് വേവിച്ചാൽ മതിയേ. നമ്മുടെ ഗോതമ്പ് പാലപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. റയർ ഗോതമ്പ് പാലപ്പം. ശരിക്കും പറഞ്ഞ് ഞാനും ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുക. ഇത് എത്രത്തോളം ശരിയാകും എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതാ നല്ല അടിപൊളിയായിട്ട്, നല്ല സ്പോഞ്ചായിട്ട്, നല്ലതേ ഇത് കണ്ടോ, നല്ല മയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. കാര്യം എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും. കാര്യം അരി ഉപയോഗിക്കാൻ പറ്റാതെ ഗോതമ്പ് തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒത്തിരി പേര്. അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ നമ്മുടെ പാലപ്പം കണ്ട. ഇതിന് ഞാൻ കൂട്ടി തിന്നാൻ വേണ്ടി 2 കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ പനീർ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടില്ല. കാര്യം ഇതല്ലേ ചിലപ്പോൾ ഒത്തിരി ലെങ്തി ആയി പോയാൽ എന്ത് ചെയ്യും. അത് കാരണം അതിൻ്റെ റെസിപ്പി അടുത്ത പ്രാവശ്യം ഇടാം. നമ്മുടെ ഗോതമ്പ് പാലപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. അത്രയ്ക്ക് സൂപ്പറാണ്. താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.